ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളനാതുരുത്ത് ബീച്ചിലാണ്. അവിടെ നല്ലൊരു കാഴ്ച കാണാനിടയായി. ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർ ശ്രീലാലും ഒരു കൂട്ടം നല്ലവരായ നാട്ടുകാരും ചേർന്നുകൊണ്ട് ബീച്ച് വൃത്തിയാക്കുന്നു. രാവിലെ 6 മണിയായപ്പോൾ അവർ ബീച്ച് വൃത്തിയാക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ 8 മണിയായി. അപ്പോഴേക്കും കുറേയേറെ പേർ തിരിച്ച് വീടുകളിലേക്ക് പോയിരുന്നു. ഇവിടെ ന്യൂ ഇയർ ദിവസം 10,000-കണക്കിന് ആൾക്കാർ എത്തിയൊരു ബീച്ചാണ്. പടക്കം പൊട്ടിക്കലും ഫുഡ് കഴിക്കലും കേക്ക് മുറിക്കലും ഒക്കെയായി നല്ല രീതിയിൽ ആൾക്കാർ ആഘോഷിച്ചിരുന്നു. അപ്പോൾ അവിടെ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൂടാതെ കടലിൽ നിന്നും അടിഞ്ഞു കയറിയ കുളവാഴയുടെ വേസ്റ്റും ഉണ്ടായിരുന്നു. അവരവിടെ ചെയ്തത് പേപ്പർ വേസ്റ്റുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും പ്രത്യേകം വേർതിരിച്ച് പല ചാക്കുകളിലാക്കി. അവിടെ നിന്ന് ആ വേസ്റ്റ് പറക്കുന്നതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ പ്രായമായ അച്ഛനും അവരെല്ലാവരും ഒത്തൊരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ബീച്ച് വൃത്തിയാക്കുന്നത്. ആ അച്ഛൻ പറഞ്ഞൊരു വാക്ക് മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്തു. നമ്മുടെ ബീച്ചിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ എത്താറുണ്ട്. നമ്മുടെ ബീച്ച് വൃത്തിഹീനമായി കിടന്നാൽ നാളെ അവർ എത്താതാവും. അവിടെ തൂത്തുകൂട്ടിയ വേസ്റ്റുകളെല്ലാം വാരിയതിനു ശേഷം അവിടെ ചിതറിക്കിടക്കുന്ന ചില പേപ്പർ കഷ്ണങ്ങളും കവറും മറ്റു സാധനങ്ങളും പിറക്കി എടുക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണിയോട് അടുത്തു. ഏകദേശം എല്ലാം ക്ലീൻ ചെയ്തു കഴിഞ്ഞു. വെള്ളമൊക്കെ കുടിച്ച് അവർ പോകാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ നിന്നും കളക്ട് ചെയ്ത വേസ്റ്റുകൾ അവർ ഓരോരുത്തരും ചാക്കുകളിലാക്കി ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഈ വരുന്നത് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് ശ്രീലാൽ. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എല്ലാം തന്നെ ചാക്കുകളിലാക്കി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കുറേയേറെ പേപ്പർ വേസ്റ്റുകളും എല്ലാം നമ്മൾ കുഴിച്ചിട്ടിരുന്നു. ഇപ്പോൾ നടന്നു പറയ്ക്കുക കുറച്ച് പേപ്പർ വേസ്റ്റുകൾ കത്തിച്ചു കളഞ്ഞു. ബീച്ചിൽ നിന്നും കളക്ട് ചെയ്ത എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് വെക്കുന്ന സ്ഥലങ്ങളിലേക്ക് വാർഡ് മെമ്പറുടെ ബൈക്കിൽ തന്നെ എത്തിച്ചു നൽകി.